മൂക്കിന്റെ പാലം തല്ലി കൊടുത്തിട്ട് കമോൺ. എന്താടാ എല്ലാ അപ്പൊ തൊലയും. ജാനകി ചോറുണ്ടായിരുന്നോ? ഇതെന്താ തിരുവാതിര കളിക്കാ? ആ നിന്റെ മൂപ്പിലാണ് എഴുതിയ പാട്ടന്. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ? അതെ. പിങ്കും ഗ്രീൻ. അതെ അതെ ഇതും കൊള്ളാം. കൊള്ളാം. എന്താടാ നിക്കുന്നേ? ഇത്ര നേരം ഇരിക്കുവായിരുന്നു സാർ. ഞാൻ വിചാരിച്ച ബഹുമാനം കൊണ്ടാണ്. ടോയ്ലറ്റ്. അപ്പൊ ഇതിനാണ് സാറ് തിരക്കി വന്നത്. എന്നാ പിന്നെ പോയിട്ട് വാ. ഇതൊന്നും ആരോടും പറയല്ലേ. ജോസഫേ, ഇനി ഇവിടെ നോക്കാൻ ബാക്കിയുള്ളത് ഈ ബാത്റൂമിനുള്ളിൽ മാത്രം. ഞാനൊന്ന് പോയി നോക്കണോ? അല്ല, സാറിന്റെ അന്വേഷണം വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് ഒരു കോപ്പനും കാണില്ല എന്നല്ലേ? അതെ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. താനപ്പന്റെ മനസ്സ് വായിച്ച് കുറെ നാളായില്ലേ സാറിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്റെ മനസ്സ് പഠിക്കണമെങ്കിൽ താനിഞ്ഞൊരു 100 ജന്മം കൂടെ പോലീസായിട്ട് ജനിക്കണം. ഈ ബാത്റൂമിൽ ആളുണ്ട്, ഞാൻ ഇന്ന് അവനെ പിടിച്ചിരിക്കും. കുറ്റിയിട്ടിരിക്കുകയാണല്ലേ? ചവിട്ടി പൊളിക്ക് സാർ. നില വിളിക്കരുത്. തെറ്റിദ്ധരിക്കരുത്. എടോ ജോസഫേ, എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് താൻ ഇവിടെ തന്നെ നിൽക്കുകയാണോ? ഒറ്റയ്ക്ക് പിടിക്കാൻ പോയല്ലേ, പോയി പിടി. ഞാൻ ഡോറ് ചവിട്ടി പൊളിച്ച് അകത്ത് ചെല്ലണം. അതിനകത്തൊരു പെൺകുട്ടി ഉണ്ടാവണം. ഈ SI ഭവന സ്ത്രീപീഡനത്തിന് അകത്താവണം. എന്റെ ജീവിതം കുത്തുപാള എടുക്കണം. ഇതല്ല തന്റെ മനസ്സിലിരിപ്പ്. ബാത്റൂമിനുള്ളിൽ ആരുമില്ല, നമ്മൾ കയറി നോക്കുന്നുമില്ല. തമ്മന്നേ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചാലോ? ഇവിടെ അതൊക്കെ വൃത്തിയുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് ഒഴിച്ചാൽ നമുക്ക് പോവുകയല്ല. നമുക്ക് ആ സ്റ്റേഷനിൽ തന്നെ പോയി ഒഴിക്കാം. സ്വർണ്ണമഴയൊന്നും അല്ലല്ലോ ഈ പോകുന്നത്, പിന്നെ എവിടെ ഒഴിച്ചാലും. അതാണ്. വാ, ഇതൊക്കെ സ്വർണ്ണമഴ തന്നെ ആയിരിക്കും. ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. എന്നാ ബലവാ ജാനകി. എന്തു പറ്റി? ഒന്നും പറ്റാതെ ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കാൻ എനിക്ക് എന്താ വട്ടുണ്ടോ? ചില നേരത്തെ വേലകളൊക്കെ കണ്ട വട്ടുണ്ടെന്ന് തോന്നും. ഞാനും കുറെ വിളിച്ചായിരുന്നു കേട്ടോ. കുറെ മെസ്സേജും കാണും ഫോണില്. അതൊക്കെ ആയുസിന് ബലം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പൊ ഒന്ന് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അങ്ങോട്ട് വിടും. പിന്നെ നീ എന്റെ മുഖത്ത് നോക്കത്തില്ല. ആ ബാത്റൂമിന്റെ സൈഡിലുള്ള വാതിൽ തുറന്നു കിടക്കണോ? എനിക്കറിഞ്ഞൂടാ. അയ്യോ, പ്രത്യക്ഷമാഹീശ്വരി ദേവി കന്യാകുമാരി. 50,000 രൂപ കൊടുത്തപ്പോ എന്റെ ക്യാബിന്റെ മുമ്പിൽ വന്ന് നിന്ന് തൊഴുതവളാ. അപ്പൊ 1.5 കോടി തന്നവളുടെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കണ്ടേ? പ്രണാമം. മാപ്പ് ജാനകി, മാപ്പ്. എന്തൊരു
ഒരു അപരാധമാണ് ഞാൻ നിന്നോട് ചെയ്തത്. മാപ്പ്. ഛെ, ആര്? ഞാനൊന്ന് മാപ്പ് ചോദിക്കട്ടെടാ. നീ ഒന്ന് അടങ്ങ് സാജ. ജാനകി, ഞാൻ അതൊക്കെ പിന്നെ പറയാം. ഞാൻ പറഞ്ഞതല്ലേ, നീ ചുമ്മാ. ജാനകി സോറി, റിയലി സോറി. മാപ്പെങ്കിലും പറയട്ടടാ. വേണ്ട, വിവേകേ, ഇവരെ പിടിച്ചോണ്ട് പോ. ചുമ്മാ ഓഫീസിൽ സീനുണ്ടാക്കാം. നീ വന്നോ. കാര്യം പറയട്ടടാ. ഒരു കാര്യം പറയണ്ട. അത് പിന്നെ അവന് ഭയങ്കര കുറ്റബോധം. നിന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞൊന്നും പറഞ്ഞു. ശ്ശെ, അവൻ നിന്നെ വഴക്ക് പറഞ്ഞാൽ അവൻ ദുഃഖിച്ചോട്ടെ. അതിന് നീ എന്തിനാ കരയുന്നത്? ഞാനൊരു പാവാണ് സാർ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധിയാണ് എനിക്ക് സാർ. അങ്ങനെയുള്ളവരെയാണ് വേണ്ടത്. ഞാൻ ഒറിജിനലെ പിടിക്കാറില്ല. നിരപരാധിയെ പിടിച്ചിട്ട് അവനിലൂടെ ഒറിജിനലെ അതാണ് SI പവനൻ സ്റ്റൈൽ. അയ്യോ, ഞാനെന്ത് കുറ്റമാണ് സാർ ചെയ്തത്? അവിടെ ചോദിക്കുക. സാർ, KL 01899 തന്റെ വണ്ടിയാണോ? അതിപ്പോ ആണല്ലോ, അതാണ് കുറ്റം. എടോ, ആ വണ്ടിയുടെ പിന്നിൽ എത്ര കേസാണെന്ന് തനിക്കറിയാവോ? അപ്പൊ അതും കൊണ്ട് നടക്കുന്നവനെ ഞാൻ പിടിക്കണ്ടേ? പിടിച്ചു. കേറി ജീപ്പിൽ. സാറേ, 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 വിടരുതല്ലേ? പിടിക്കല്ലേ? ഇങ്ങോട്ട് പോ. സാറേ, ഞാൻ പാവാണ് സാർ. നിരപരാധിയാണ് സാർ ഞാൻ. സാർ, ഫോൺ. ഞാൻ ഈ ഫോൺ നോക്കിക്കോട്ടെ സാർ. ഒരു മിനിറ്റ്. അച്ഛാ, ഒരു കാരണവശാലും അയാളുടെ കൂടെ പോരുത്. എങ്ങനെങ്കിലും മുങ്ങണം. ആ ശരി സാർ. ഇന്നോവ പുതിയത് തന്നെ. എപ്പോഴും ഞാൻ അയക്കുന്നതല്ലേ, അയച്ചേക്കാം സാർ. നല്ല സമയത്ത് സാറ് വിളിച്ചത്. പ്രോബ്ലം ഒന്നുമില്ല സാർ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ സാർ. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഇന്നോവ അയക്കാൻ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ഈ ഫോൺ കോൾ തട്ടിപ്പാണ്. അല്ലെങ്കിലോ ഇവിടെ താൻ എന്റെ പണി കളയിക്കല്ലേ. സാറെ പൊക്കോളൂ സാർ. ദേ കൂട്ടത്തെ എന്നിട്ട് പാരപണിയില്ല കേട്ടോ. സാർ ഈ കാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഹോട്ടലിന് മുന്നിൽ വാച്ച്മാനായിട്ട് നിൽക്കേണ്ടി വരും ഇക്കണക്കിന്. സാറേ, സാറേ, ഞാൻ പറഞ്ഞില്ലേ അവൻ മുങ്ങൂന്ന്. അവൻ മുങ്ങി. മുങ്ങിയോ? ഓ, അല്ല, അത് പിന്നെ താൻ ഉറപ്പിച്ചങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറ് കേട്ടില്ല. സാറേ, നമുക്ക് ആ വണ്ടിയുടെ പുറകെ എന്തിനാ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുമാണത്? ശ്ശ്. എന്റെ ജോസഫെ, തന്റെ പോലീസ് ബുദ്ധി ഇപ്പോഴും തന്നെ വിട്ടു പോയിട്ടില്ല കേട്ടോ. ഇടോ, ആരോ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വണ്ടി അവിടെ നിർത്തി. സംസാരിച്ച് കഴിഞ്ഞപ്പോ ഒരു വണ്ടി എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ ആ വണ്ടിയുടെ പിന്നാലെ പോയി ഈ പോലീസ് ജീപ്പിലെ ഡീസൽ തന്റെ മൂപ്പിനാണ് അടിക്കുവോ? नहीं पड़ रही है। एक तो ट्रेन लेट हो गई और ऊपर से खाना भी नहीं मिला। ഓ, നീ ഒന്ന് നിർത്ത. बेटा तो दिमाग ही नहीं चल रहा है। कितनी मुश्किल पड़ रही है। अंदर कोई नहीं है। ആത്മീ ഹേ, സോത്ത ഹേ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് നൈറ്റ് സാർ. സോറി, ഗുഡ് മോർണിംഗ് സാർ. ഓക്കെ ഞാൻ എല്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഈ വണ്ടി പോവോ? സ്റ്റാർട്ട് ചെയ്താൽ ഏത് വണ്ടിയും പോകും സാർ. സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ സാർ. മമത अंदर बैठो. बच्चे मम्मी के साथ बैठो. चलो चलो जल्दी करो। ड्राइवर പെട്ടിയൊക്കെ എടുത്ത് ഡിക്കി വെക്ക്. आ, എന്താ आराम से। ചെവി പൊട്ടാന്ന് പറഞ്ഞത് കേട്ടില്ലേ? സാറിന്റെ കൈക്കും കാലിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, എങ്കിൽ പിന്നെ സാറിന് തന്നെ എല്ലാം പെറുക്കി എടുത്താ ചൂടെ. പെട്ടി എടുക്കുന്ന കാശും കൂടെ ചേർത്ത് വാങ്ങിക്കുന്നുണ്ടല്ലോ. ആ, ബെസ്റ്റ്. വണ്ടി ഓടിയ കാശ് തന്നെ കരഞ്ഞു വിളിച്ചാ വാങ്ങിക്കുന്നു. ബാഹറാവ്, हे भगवान, ये क्या मुसीबत पड़ रही है। कभी चढ़ने को बोलते हैं तो कभी उतरने को बोलते हैं। ഇതായി നാടിന്റെ കുഴപ്പം. ഒരുത്തനും അനുസരണയില്ല, അതെ സാർ, അടിമപ്പണി മലയാളികൾ ചെയ്യില്ല. പ്രത്യേകിച്ച് കേരളത്തിനകത്ത് അല്ലേ? अरे अरे, इधर जो सामान रखा था वो किधर है? യ്യോ, പെട്ടി എന്ത് ചെയ്യും? कहाँ गया? ഓ, ഈ നാട് ഇത്രക്ക് ചീത്തയായോ? हे भगवान। കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പെട്ടി മോട്ടിച്ചോണ്ട് പോയി. വ്യക്തികളെല്ലാം സുരക്ഷിതമായിട്ട് എന്ത് കാരണം എടുക്കലുണ്ട് സാർ? കക്കാനാണെങ്കിൽ ഇപ്പോഴും 72 മോഡലും കൊണ്ട് നടക്കണം സാർ. കറുപ്പ് മഞ്ഞ അടിച്ച ടാക്സി ലോകത്തൊന്നേ കാണും. അത് ഈ വാസുട്ടിക്കർ അന്തസാ. സാർ ഒരു പൊങ്ങച്ചക്കാരനല്ലെങ്കിൽ ഇതിലേക്ക് സ്വാഗതം. ഇവനൊക്കെ ഓടുന്ന പോലെ ഇത് ഓടും സാറേ. ഇനി ഹിന്ദി പറയണ അതും പറയാം. മേം സാബ് അന്തർ ബൈഠോ. ആയേ, ചലോ. ഞാൻ പോയിട്ട് വരാം സണ്ണി. मुन्नी जल्दी चढ़ो। ഓട്ടം വിട്ടുകൊടുത്തതാണോ അതോ സവാരി വിളിച്ച പാർട്ടിയെ പിടിച്ചില്ലേ? എന്താടാ ചിരിക്കുന്നത്? ഇതെന്താടാ പെട്ടെന്ന് നിനക്കൊരു ജാട കയറിയത്? അതെന്താന്നറിയോ സണ്ണിച്ച, നമ്മൾ ഇവരുടെ പെട്ടിയും കിടക്കൊക്കെ എടുക്കാൻ വിധിക്കപ്പെട്ടവര് തന്നെയാ. പക്ഷെ അയാളുടെ ആജ്ഞയും കൽപ്പനയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് തന്തയും മക്കളും തമ്മിലുള്ള വ്യത്യാസം. തന്തയ്ക്ക് കുടുംബത്തോട് ഉത്തരവാദിത്തം കാണും, മക്കൾക്കതില്ല. അത്രേ ഉള്ളൂ. ഞാൻ ആ ഓട്ടം പോവാതിരുന്നതാണല്ലോ നമ്മുടെ ചർച്ചയ്ക്ക് കാരണം. അച്ഛനത് ഏറ്റെടുത്തപ്പോ തന്നെ 2 ഓട്ടം കിട്ടിയില്ലേ? അത് ശരിയാ. വാസുട്ടിയണ്ണൻ ഇപ്പൊ വരും വണ്ടി നിന്നൊന്നും പറഞ്ഞു. ബാക്കി ഇവൻ ഓടല്ലോ. പറഞ്ഞത് വാസുട്ടിയണ്ണ ഓട്ടം തുടങ്ങിയല്ലോ.
വാസുട്ടിനെ ഒന്നും പറയണ്ട, ഞാൻ പറയാം. വണ്ടി നിന്നു. രാജാ പോയി വണ്ടി എടുത്തേ. വാസുട്ടിണ വണ്ടി കയറിക്കേ. പോയേ. അച്ഛാ അയാളെ കൊണ്ടുപോയി എനിക്ക് വയ്യ. മഴയാണ്. हाँ गाड़ी आ गई. ഓ ഇത് അവന്റെ വണ്ടിയാ. आप लोग ये गाड़ी में ഹിന്ദി പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഞങ്ങൾ ഈ വണ്ടിയെ കയറില്ല. ഞങ്ങൾ വേറെ വണ്ടി വിളിച്ചോളാം. ഒരു റിട്ടയർഡ് പട്ടാള മേധാവിയോടായി ഈ ചെക്കൻ അഹങ്കാരം അയ്യോ, കാണിച്ചത്. അതൊക്കെ അറിയാതെ സംഭവിച്ചു പോയതാണ് പട്ടാളം. ഇവൻ എന്റെ മകനാ. അതിശേ ഇവൻ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. സാറും കുടുംബവും വണ്ടിയിലോട്ട് കയറിയാട്ടെ. ഇതുപോലെ 4-4 തന്നെ കൂടെ കിട്ടുമോ? അതെന്തിനാ സാറേ? നേരത്തെ നിർത്തി വെടിവെക്കാൻ. അത് പണ്ട്. ആ ഉണ്ട് ഇനി പൊട്ടില്ല സാറേ. സാറ് വണ്ടിയിലോട്ട് കയറിയാട്ടെ. അച്ഛാ അച്ഛന് വേറെ പണിയില്ലേ, ഞാൻ പോവോ? കണ്ടോ അവന്റെ അഹങ്കാരം കണ്ടോ? ഓക്കെ, അഹങ്കാരം ഇവനാണല്ലോ. വണ്ടിക്കല്ലോ. വണ്ടി താനും ഓടിക്കോ. അപ്പം നിന്നാ പോരാ, കുഴിയുണ്ടോ? ആ ലോ ഗാഡി മേ ബൈഠോ. ഓ ഇപ്പൊ ഹിന്ദി നന്നായിട്ട് വരുന്നു. മോനെ ഒന്നിറങ്ങി. ഞാൻ ചില സമയം നിന്റെ അനിയനാകും, ചേട്ടനാകും, കൂട്ടുകാരനാകും. വളരെ കുറച്ച് സമയം അച്ഛനാകും. ഇപ്പൊ അച്ഛനാ, മുൻകോപിയായ അച്ഛൻ. താക്കോൽ ഇവിടുന്ന് വാ. अब मैं इस गाड़ी से उतरने वाली नहीं हूँ. जल्दी चढ़ो. ആ പെട്ടിയിലെടുത്ത് ഡിക്കി വെക്കടാ. നിന്റെ ഏട്ടനാ കിടക്കുന്ന അച്ഛന്റെ മൂത്ത സന്തതി മിണ്ടാപ്രാണിയാ, സൂക്ഷിച്ചോണേ. ഒന്ന് ആഞ്ഞു തള്ളു. ഇതാക്രി വിലക്ക് വിറ്റുവിടടേ. താങ്ക് യു ചേട്ടാ. ടൗണിൽ ഏത് വഴി പോയാലും ഈ വണ്ടി കണ്ട ഒന്ന് തള്ളേണ്ടി വരും. ഇന്നൊരു വ്യത്യാസമുണ്ട്, അച്ഛന് പകരം മകൻ. ഇത് കൊണ്ട് കളയാൻ പറഞ്ഞ അച്ഛൻ കേൾക്കില്ല. നാട്ടുകാർ എന്നോട് നിന്നെ കൊണ്ട് കളയാൻ പറഞ്ഞാൽ ഞാൻ കേക്കോടാ എന്നാ അച്ഛൻ ചോദിക്കുന്നു. ശരി ശരി, ഞങ്ങൾ പോയി ഈ 2 ബുൾസേ അടിക്കട്ടെ. ഓ ശരി ചേട്ടാ. എന്താടി നീ ലേറ്റ് ആയെന്ന് ചോദിക്കാനല്ല പോകുന്നത്. ഇനി ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാനാ പോകുന്നത്. അച്ഛാ എന്നെ തല്ലിക്കോ, ഞാൻ കൊണ്ടോളാം. ഇപ്പോഴല്ല, പിന്നീട്. ഇതെന്റെ കൂടെ പഠിച്ചതാ സാജൻ. ഇവന്റെ മുന്നിൽ വെച്ച് ചീത്ത വിളിക്കാതിരുന്നാ മതി. ക്ലാസ്മേറ്റ് ആണെന്ന് അറിയാതെയാണ് പാർവതി എന്റെ വണ്ടി വിളിച്ചത്. അതുകൊണ്ടാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയത്. അല്ല അതിപ്പോ അല്ലെങ്കിലാവും. പിന്നീട് കുറെ ചിന്തിച്ചാണ് ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചത്. അയാൾക്കാണെങ്കിൽ ഭൂലോക ജാട. സഹിച്ച് ഞങ്ങൾ ഇതുവരെ എത്തി. പിന്നെ കല്യാണത്തിന് മുമ്പേ അല്ല പെണ്ണ് കാണാൻ വന്നവർ പോയിട്ടേ എത്താവൂ എന്ന് പാർവതി പെണ്ണ് കാണാൻ വന്നവർ പോകുന്നതിന് മുൻപേ എത്തണമെന്ന് പാർവതി പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. പാറുമോള് പറഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ മോനിനി പൊയ്ക്കോ. വലിയ ഉപകാരം. താങ്ക് യു. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ. അതെ, ഈ ചട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റിയാലേ ഞങ്ങള് പോലീസുകാർ പിന്നെ എന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോയി പൂജ ചെയ്യാനാ. അങ്ങോട്ട് പോയി നോക്ക്, അവിടെ പോയി നോക്ക്. പള്ളിക്കൂടത്തിൽ പിള്ളേരെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്നത്. ഇയാൾക്ക് പറഞ്ഞാൽ അങ്ങോട്ട് പോയി നോക്കണം. മൊത്തം കുട്ടിച്ചില്ലും തകരപ്പാട്ടയാ. ആ പോയി നോക്ക്, അവിടെ നോക്ക്. ദൈവമേ, ഇവിടെ ഒന്നും ആരും കാണല്ലേ, എനിക്ക് വയ്യ പേടിക്കാൻ. എന്താണ് മൂത്രം ഒഴിക്കാൻ വന്നാണ് സാർ. ഓ, നിന്റെ വീട് എവിടെടാ? ശങ്കരമംഗലത്ത്. അവിടെ ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാ? 30 കിലോമീറ്റർ. ഓ, അപ്പൊ നിന്റെ നാട്ടിൽ ഒന്നും മൂത്രമൊഴിക്കാനുള്ള സ്ഥലമില്ലേ? ഈ 30 കിലോമീറ്റർ നീ എങ്ങനെ പിടിച്ചു നിന്നടാ? ജോസഫേ, തോക്കിനുള്ളിൽ കയറി വെടിവെക്കും. ഇല്ല സാർ. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നത്? സാർ ആ കിടക്കുന്ന ടാക്സി എന്റേതാ. അതുകൊണ്ട് ഇതിലെ ഒരു പാർട്ടിയായി വരുമ്പോ ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഇതിനകത്തേക്ക് തള്ളിക്കയറ്റി കൊതുകിന്റെ മൂളിപ്പാട്ടൊക്കെ കേട്ട് കിടക്കുമ്പോഴാണ് സാറിന്റെ വരവ്. നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യമാണോന്ന് അറിയണമെങ്കിൽ എന്റെ കൂടെ സാറും വാ. എന്തിന്? വീട്ടിൽ ചെന്ന എന്റെ അച്ഛൻ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുതരും. ഓ, അയ്യടാ, ഓസിന് പോലീസ് ജീപ്പ് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാ സാറേ. ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളൊന്നും തലയിൽ വെക്കണ്ട, നമുക്ക് പോവാം. നാളെ നേരം വിളിക്കുമ്പോൾ നീയും കാണരുത്, നിന്റെ കാറും കാണരുത്, നീ ഒഴിച്ച് മൂത്രം ഇവിടെ കാണരുത്. അത് പിന്നെ പറ്റി പൊയ്ക്കോളൂ. ഉത്തരവ്. എന്തേ? ശരി സാർ. വാ വാ. പോലീസുകാരൻ മൂളിയ കൂടെ SI മൂളാണ്. അപ്പൊ റിഹേഴ്സൽ തുടങ്ങാം. ചന്തു, പുതിയ 2 ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ? ഓക്കെ. ആ പറഞ്ഞ മാഷെ. നിധി
നിധി നിധി നിധി എന്ന് വിധി, വിധി എന്ന് നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷെ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷൊരു സംഭവം തന്നെ. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. നാളെ വന്ന് കാണാം. ഇന്ന് അല്പം തിരക്കില്ല. 2.5 ഏക്കർ എന്നല്ലേ പറഞ്ഞത്? പാടം നികത്തിയൊന്നുമല്ലല്ലോ? അല്ലല്ലേ? ശരി, ഓക്കെ, നാളെ കാണാം. ഓക്കെ, ശരി, ഓക്കെ. എന്താടാ? നീ ഒന്ന് അങ്ങോട്ട് വന്നേ പറ്റൂ. നിന്റെ തന്തയുടെ കാര്യം വലിയ കുഴപ്പമാണ്. അച്ഛനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. എടാ, അതിന് പറ്റണ്ടേ? നമ്മളൊന്ന് ഇന്റർവ്യൂ ചെയ്താൽ ശരിയാവില്ലെന്നാ പറയുന്നത്. ചോദ്യങ്ങളൊക്കെ അങ്കിള് തന്നെയാ ചോദിക്കുന്നത്, അതും ഇംഗ്ലീഷിൽ. എന്റെ ദൈവമേ, കുളമാക്കുമല്ലോ. കുളമായി. ഒരു വൃത്തികെട്ട വിഗ് കൊടുത്ത് തലേ വെച്ചിട്ടുണ്ട്. ആ, എങ്കിൽ ഞാൻ അങ്ങോട്ട് തീരെ ഇല്ല. നീ തന്നെ അങ്ങ് മാനേജ് ചെയ്യ്, അല്ലെങ്കിൽ പിരിച്ചുവിട്. എടാ, പാർവതിയും പറഞ്ഞു. ഹലോ. Want certificate university mark list and getting a rank come for here. And how many year bond working here? പേടൻ ആ, പാടാണ്, പാടായിരിക്കും. കുഞ്ഞെ, വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയുണ്ട് അങ്കിളെ, ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം. ആദ്യം ഈ ഫയൽ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഫയൽ എവിടെ? ഫയൽ 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 താടേ. സർ, ഇയാൾക്ക് ഭ്രാന്താണ്. എന്തൊക്കെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇയാൾ ചോദിക്കുന്നത്? എന്റെ സർട്ടിഫിക്കറ്റ് ഇതാ. എനിക്കിവിടെ ജോലി തന്നാലും വേണ്ട. അവൻ പോട്ടെ. Next. അങ്കിൾ, അടുത്തതൊരു ജാനകിയാ. അച്ഛന്റെ റെക്കമെൻഡേഷനാ. ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചോളാം. ആയിക്കോ. ആമ്പിൾ എന്നുള്ള സ്റ്റാൻഡേർഡ് സാധനങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. എടാ, ആ വണ്ടിയുടെ പൊടി പോലും ഇല്ലല്ലോ. എന്നും ഇവിടെ വന്നിങ്ങനെ നോക്കണമെന്ന് നേർച്ച വല്ല ഉണ്ടോ? അതാണ് തിണ്ടി എനിക്കും ചോദിക്കാനുള്ളത്. ഇവിടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കണമെന്ന് വല്ല നേർച്ചയുണ്ടായിരുന്നു. നിനക്കല്ലായിരുന്നു നിർബന്ധം. ആ ടാക്സിയുടെ ടിക്കറ്റ് തന്നെ കൊണ്ടുവന്ന് വെക്കണം. എന്തൊന്നും വിട്, കൊച്ചു പിള്ളേരെ അബദ്ധം ചെയ്തത് നമ്മൾ 3 പേരുടെ തന്നെയാണ്. ഇനി അതങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള വഴി ആലോചിക്കും. അതെ, അതാണ് അത്. ശരി. അയ്യോ, എത്ര നന്നായിട്ട് നടത്തിയ ഓപ്പറേഷൻ ആടായത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ ചാക്കോ, നീ ഇങ്ങനെ ഒപ്പാരിയിടാതെ ആ ടാക്സി എവിടെയെന്ന് കണ്ടുപിടിച്ച എല്ലാം ശുഭം. നീ ഇങ്ങനെ ചടഞ്ഞിരുന്ന് കഴിഞ്ഞേത്തെ. എടാ പൊക്കടാ. എന്താടാ മലദൈവോ? അതിന്റെ അച്ഛൻ ആ കാറിന്റെ ഡിക്കിയിൽ വെച്ചതിന് പകരം ഇവന്റെ കൊടവയറ് കീറി ഇതിനുള്ളിൽ വെച്ചാൽ മതിയായിരുന്നു. അതിനേക്കാൾ സുരക്ഷിതം ഇവിടെ ഉണ്ടായിരുന്നു. ചിരിച്ചോ. ഈ ഡിക്കി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടല്ലോ. വാ. ഗണപതി ഭഗവാനേ ഓ, ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി. ഹലോ. നിങ്ങൾക്ക് കുറച്ച് കാശ് കളവ് പോയെന്ന് പറഞ്ഞ് എനിക്ക് അത് മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ. ഹലോ. അന്വേഷിക്കുന്നുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടറിന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്കറിയാവോ? എന്ത് രാജ്യം ഭരിക്കാൻ വേറെ ആളുണ്ടെന്ന്? അതൊക്കെ ഒരു പേരിനല്ലേ ഉള്ളൂ. കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾ തന്നെ വേണം. ആ, ശരി. ആ, കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടന്നോളാം. ഓ ശരി, ധൈര്യമായിട്ട് വെച്ചോ. ഓ ശരി. പിന്നെ എന്താടോ സാർ, ആ ബാങ്കിന്റെ കേസിലെ കക്ഷികൾ വന്നിട്ടുണ്ട് സാർ. എന്നാ പിന്നെ അവരെ അകത്തോട്ട് വിളിക്ക്. ഇനി എന്തിനു താലപ്പൊലിയും ചെണ്ടമേളവും ശിങ്കാരിമേളവും ഒക്കെ വേണോ? അത് കുമരന്റെ ഉത്സവത്തിന് പോരെ സാർ. പോയി വിളിച്ചോട്ട് വേടോ. ഗണപതി ഭഗവാനേ നമാമി. ഗണപതി ഭഗവാനെ, മോഷണം പിടിച്ചുപറി വാണിഭം, ഇത് മാത്രമേ ഉള്ളൂ ഈ സമ്പൂർണ്ണ സാക്ഷര കേരളത്തിൽ. അയ്യോ, നമസ്കാരം സാറുമാരെ. നമസ്കാരം. 3 പേർക്ക് സുഖമല്ലേ? അതെ. അങ്ങ് കൊമ്പത്ത് പിടിപാടുള്ള നിന്നെയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചില്ലേ എന്റെ തൊപ്പി പോകാൻ അത് മതിയല്ലോ. ഓ, പവനൻ സാറ് നല്ല ചൂടിലാണല്ലോ. അതെ, സാറിന് വൈറൽ ഫീവറാ. ജോസപ്പേ, അല്ല സാറേ, ഞങ്ങളെ കണ്ട് എണീറ്റ് ബഹുമാനിച്ചില്ലെങ്കിലും ഒന്ന് ഇരുത്തി സംസാരിക്കായിരുന്നു. കണ്ട സാർ ലേശം ഒന്ന് ഇറങ്ങിപ്പോ അവൻ കീറുന്ന കയറ്റം കണ്ട. ഇവനെയൊക്കെ ഇറക്കാടോ. ഈ കേസൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കും ഇവനെയൊക്കെ ഇരുത്തണോ അതോ കിടത്തി ഉരുട്ടണോന്ന്. 3ാമത്തെ ഒരു ഐറ്റം കൂടെ വേണ്ടി വരും. അതെന്റെ വക. യവന് ബാങ്ക് ലോൺ അടച്ചിട്ട് 6 മാസമായി അല്ലടാ? അതെ സാർ, ലേശം ടൈറ്റ് ആയിരുന്നു. പെണ്ണുങ്ങളൊന്നും ഇപ്പൊ മാലം കമ്മലും ഇട്ടുകൊണ്ട് റോഡേ നടക്കുന്നില്ലടാ. ഉണ്ട് സാർ, ഒക്കെ മുക്ക. ഒരു തമാശ പറഞ്ഞപ്പോ അവന്റെ ഒരു ഏതേലും പെണ്ണിന്റെ കാതിലോ കഴുത്തിലോ കിടക്കുന്ന സ്വർണത്തെ നീ തൊട്ടാ വെട്ടും. പറയടാ, ബാങ്കിലെ പൈസ എപ്പ അടയ്ക്കും? പറയടാ, എന്തെങ്കിലും പറയടാ. ഒന്നി പിടിച്ചു പറിക്കണം, അല്ലെങ്കിൽ കളഞ്ഞു കിട്ടണം. പോടാ.
എന്താണ് നിന്റെ നാവിറങ്ങിപ്പോയോ? പറയടാ. സാറേ അത് കൃത്യമായിട്ട് എങ്ങനെ പറയാനാ? ആരെ കൊന്നിട്ടാണെങ്കിലും ഞാനത് ഉടനെ അടച്ചോളാം. പോ സ്ഥലം. വലിയ കുതിരയാണെന്നാ ഭാവം, കാലൊടിഞ്ഞാണെന്നേ ഉള്ളൂ. ഏകദേശം ഈ ഡയറക്ഷനോട്ടാണല്ലോ ആ വണ്ടി വന്നത്. അതെ സാർ, നമ്മൾ കുറച്ചു മുമ്പ് അവരെ കണ്ടാണല്ലോ. അമ്മ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ തന്നെ ജീപ്പ് ഓടിച്ചത്. അതൊരു പ്രശ്നമായി. മറ്റവന് നന്നായി വണ്ടി ഓടിക്കാൻ അറിയാം, അതും ഒരു പ്രശ്നമായി. ജോസപ്പേ, എടോ, വളരെ വിലപ്പെട്ടതും വിശേഷപ്പെട്ടതും കിട്ടിയാൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. താനത് കണ്ടുപിടിച്ചോ? അത് ഞാൻ വന്നപ്പോഴേ കണ്ടുപിടിച്ചു. പറ. ആ കിടക്കുന്ന ഷൂ അല്ലേ? പരട്ട ജോസപ്പേ, അതല്ല. പിന്നെ ഈ ടാക്സി ഇതുപോലെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? അതിന് ഇത് മാത്രമല്ല, ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്? അതല്ലടോ, ഒരു ദിവസം രാത്രിയിൽ നമ്മള് KL 01A 999 വണ്ടിയുടെ പിന്നാലെ വന്ന് പൊളിഞ്ഞ വണ്ടികൾ കിടക്കുന്ന സ്ഥലത്ത് വന്നപ്പോ ഒരു ടാക്സി കണ്ടില്ലേ? അത് കറുപ്പ് മഞ്ഞല്ലേ? എന്റെ ജോസഫ്, അത് ദൈവം കൊടുത്ത നിറമൊന്നും അല്ലല്ലോ, മനുഷ്യൻ അടിച്ചതല്ലേ. അതേ മനുഷ്യൻ ഈ കളറും അടിക്കരുതോ? അടിക്കാം, പക്ഷെ അന്ന് നമ്പർ ഉണ്ടായിരുന്നല്ലോ. അതും ദൈവം കൊടുത്തല്ല, മനുഷ്യന് മാറ്റാം. വേണമെങ്കിൽ ഇപ്പൊ ഈ ഓഫീസിൽ കയറി ഈ കാറിന്റെ ഹിസ്റ്ററി എനിക്ക് എടുക്കാം, പക്ഷെ ഞാൻ എടുക്കില്ല. അതെന്താണെന്ന് എനിക്കറിയാവോ? എന്തിന്? ഇടോ കോപ്പെ, ആ കാറല്ലേ ഈ കാറ്. ഓ, അത് ശരിയാണ്. എന്നാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിക്കട്ടെ. അതും വേണം. നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത? എടാ, അച്ഛൻ ആ വണ്ടി കൊണ്ട് നടന്നാൽ ശരിയാവില്ല. അച്ഛൻ അതും കൊണ്ട് ഇപ്പൊ എങ്ങോട്ടാ പോയത്? അതൊന്നും എനിക്കറിയില്ല. അത് അത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വണ്ടിയിൽ വന്നവരെ പണം കൊണ്ടുവച്ചതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. അവന്മാരാണെങ്കിൽ നിന്നെ കണ്ടിട്ടുമില്ല. പിന്നെ എന്തിനാണ് ടെൻഷൻ? എടാ, അവന്മാരുടെ കയ്യിലിരുന്ന വണ്ടിയല്ലേ, അതിന്റെ പിന്നിൽ വേറെയും കുഴപ്പങ്ങളുണ്ടാവും. നീ ഇങ്ങനെ ആലോചിച്ച് പ്രശ്നങ്ങൾ വലുതാക്കുന്ന ആളാ. ഇപ്പൊ ഒന്ന് ഊണ് കഴിക്കും. ജോസഫേ, സാധാരണ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താ അത് ഇന്ന് പയ്യെ അങ്ങ് പിന്മാറും. പക്ഷെ ഇപ്പോ ഇതിനകത്ത് കേറണ്ടെന്ന് ഞാൻ കരുതിയതാ, പക്ഷെ കേറും. എന്തോ ഏതോ ആരോ ഇതിനകത്തുണ്ടെന്നൊരു തോന്നൽ. അകത്തോട്ട് കമോൺ. എക്സ്ക്യൂസ് മീ സാർ, എന്താ എടുക്കണ്ടേ? കുടിച്ച ഉടനെ ബോധം പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോ. ഓക്കെ സാർ. സുരേഷ്, നമ്മുടെ സ്ഥിരം ബ്രാൻഡ് എടുത്തു. മുളകെ കുറുക വേണ്ട, ചീകി നീളത്തിലിടണം. ഓ, പെട്ടെന്ന് അല്ലേ? മൊബൈൽ വെച്ച് മറന്നു. ഞാൻ മൂത്രമൊഴിക്കാൻ പോയതാ. ഓ, ഒരു മൊബൈൽ പോക്കറ്റിൽ കിടന്നെന്ന് പറഞ്ഞ് അതിന് തടസ്സമൊന്നും ഇല്ലല്ലോ. മാത്രമല്ല, ഇതൊക്കെ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പണിയാവും. പോലീസിലാണേ SI പവന്. ഹലോ, മൂത്രം ഒഴിക്കുന്നില്ലേ? ഒഴിച്ചു. എവിടെ? അല്ല, ഒഴിച്ച പോലെ ഒഴിച്ചോളാം. ജോസഫേ, താനേ ഇതായിരിക്കുന്ന സാറിനെ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അതാ ഞാനും ആലോചിച്ചത്. കണ്ടിട്ടുണ്ട്. എന്നാ പറ, എവിടെ വെച്ചാ? ഏതോ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട. പറ്റേ, തന്റെ ഓർമ്മശക്തി ഞാനൊന്ന് പരിശോധിക്കട്ടെ. സാറേ, ഒരു ദിവസം രാത്രി ഒരു പഴയ അംബാസഡർ കാറിനകത്ത്. ബാക്കി ഞാൻ പറയാം. ഒളിഞ്ഞ കാറുകൾ കിടന്ന സ്ഥലത്തൊരുത്തം കുത്തിയിരുന്ന് മൂത്രം ഒഴിച്ച അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളാന്നോ? ഒന്ന് പോടോ മത്തകുത്തി. ഇതാരാന്നറിയാവോ? കന്നഡ സിനിമയിൽ രാമകൃഷ്ണ ഹെഗ്ഡെ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. പുള്ളിയെ പോലെ ഇല്ലേ നോക്കിയേ. രാമകൃഷ്ണ ഹെഗ്ഡെ രാഷ്ട്രീയക്കാരനല്ലേ? അവിടെ രാഷ്ട്രീയവും സിനിമയൊക്കെ ഒന്ന് തന്നെയാണോ? പക്ഷെ അതല്ല സാറേ. സാറ് ചുമ്മാ ചെന്ന് ചോദിച്ചേ. ഭാഗ്യം അയാൾ പോയി. അല്ലെങ്കിൽ താൻ പറഞ്ഞത് കേട്ട് ഞാൻ പോയി ചോദിച്ചേനെ. അയാൾ വല്ല മന്ത്രിയുടെ അളിയനോ മച്ചാനോ ഒക്കെ ആണെങ്കിൽ ഞാൻ വല്ല കാട്ടിലും പോയി കിടക്കേണ്ട വന്നേനെ. അന്നത്തെ ആ കാറിന്റെ അതേ മോഡൽ അല്ലേ?
അതും 72 മോഡലായിരുന്നു. ആ മോഡലൊക്കെ അത് തന്നെ, പക്ഷെ കളർ വേറെയല്ലേ? കളർ മാറ്റാൻ എവറസ്റ്റ് കീഴടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പെയിന്റും ബ്രഷും ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാം. അത് ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നൂടെ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ ഇതിവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുണ്ടെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാനിവിടെ നിന്നോളാം. മണ്ടത്തരവായിപ്പല്ലേ? പിന്നല്ലാതെ. അയ്യോ സാറേ, പ്രേതം ഓടിക്കോ! അയ്യോ, പ്രേതം ഓടിക്കോ! ഓടിക്കോ! ഇനിയിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞത് കേട്ടില്ലേ? ഓടിക്കോളാൻ. എന്നാ വിട്ടോ. ഓടിച്ചിട്ട് പിടിക്കണോ അവരെ? BP, ഷുഗർ, കൊളസ്ട്രോൾ ഇത് മൂന്നിന്റെ അവകാശിയാണ്. എനിക്ക് പൈൽസും. എന്നാ സാർ ഒട്ടും ഓടണ്ട, എനിക്കത് താങ്ങാൻ വയ്യ, അതുകൊണ്ടാ. ഇനി വന്നേ. എന്തോ പറയാനോ. സാറെന്തിനാ അന്യ പുറത്തിട്ട് അടിക്കുന്നത്? ചെകിട്ടത്തിട്ട് അടിക്കണോ? വേണ്ട, അത് പാടില്ല. താൻ പറഞ്ഞൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രൊമോഷൻ പോയി. ഇല്ല സാറേ, സാറിന് പ്രൊമോഷൻ പോകത്തില്ല. സാറിന് പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞ് ശ്രമിച്ചാൽ ഡിസ്മസൽ.